ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നമ്മളൊരു കേരള സാരിക്ക് ഒരു ബ്ലാക്ക് ബ്ലൗസ്, അതായത് വെൽവെറ്റ് ബ്ലൗസാണ്. അങ്ങനെ ഒരെണ്ണം തയ്ക്കുവാണെങ്കിൽ നമുക്ക് ഇത് എങ്ങനെ നമുക്ക് ചെറുതായിട്ടൊരു ഡിസൈനൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇതെങ്ങനെ തയ്ച്ചെടുക്കാമെന്നാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി പ്രിൻസസ് കട്ടൊക്കെ എങ്ങനെ കട്ട് ചെയ്യുന്നെന്നും ഉള്ളതൊക്കെ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് വേറെ വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതിൽ പ്രിൻസസ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല. ഇത് ഫസ്റ്റ് ഞാൻ കട്ട് ചെയ്യുന്നത് ബാക്ക് പീസാണ് കട്ട് ചെയ്യാനെടുത്തിരിക്കുന്നത്. അപ്പോൾ ബാക്ക് പീസിൻ്റെ നമ്മൾ സാധാരണ ബാക്ക് പീസിൻ്റെ ബോട്ടനൊക്കെയാണ് തയ്ക്കുന്നത്. കുറച്ച് കയറിയ കഴുത്താണ്. ബോട്ടനൊക്കെ എന്ന് പറഞ്ഞാലും അത്യാവശ്യം നല്ലപോലെ കയറിയിട്ടുള്ളൊരു കഴുത്താണ് തയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിന് വേണ്ടിയിട്ട് നമ്മൾ കഴുത്തുവട്ടം അപ്പോൾ 2.5 കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഷോൾഡർ കൊടുക്കുമ്പോൾ നമ്മൾ ബോട്ടനൊക്കെ ആയതുകൊണ്ട് നമ്മളെടുത്ത ഷോൾഡറിൻ്റെ പകുതി നമ്മൾ കൊടുക്കണം. അതെല്ലാം ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ ആം ഹോളും ഇതെല്ലാം എടുക്കണം. ഇതിന് ഞാൻ ബാക്കിൽ ഒരു ചെറിയൊരു ഡിസൈനാണ് കൊടുക്കുന്നത്. അതിൽ പിന്നീട് നമുക്കിതിന് ലേസൊക്കെ വെച്ച് നമുക്കിതിനെ ഭംഗിയാക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആ ഒരു കുറച്ച് ഇറക്കം നമ്മളങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ നമുക്ക് ബാക്കി ഉള്ളതിന് ഒരു ഡിസൈനാണ് കൊടുക്കുന്നത്. അപ്പോൾ രണ്ടും ഞാനിതുപോലെ വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈനിൽ നമുക്ക് ഇതിനെ വരച്ചെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ വരച്ചെടുത്തിട്ട് നമുക്കപ്പം മുകളിലെ ആ ഒരു ബട്ടൺസ് നമുക്ക് ഇടുകയാണെങ്കിൽ അവിടെ ലോക്കായിരിക്കും. താഴെ നമ്മൾ ഓപ്പണാണ്, അവിടെ നമ്മൾ ഹുക്ക് വെക്കുക. അപ്പോൾ മുകളിലൊരു ബട്ടൺസും ഒരു ചെറിയ ഹുക്ക് വെച്ചാൽ മതി, കൊളുത്താനുള്ളൊരു ഹുക്ക് വെച്ചാൽ മതി ഈ ഒരു ഭാഗത്ത്. ബാക്കി താഴെ 2-3 ഹുക്ക് വെക്കാനുള്ള ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അത്യാവശ്യം ഇറക്കമുള്ള കഴുത്തും കൂടെയാണ് ഞാൻ വരച്ച് വെട്ടി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അപ്പം ഞാനിപ്പോൾ ഇത് വെട്ടിയ പോലെ തന്നെ നിങ്ങൾ ബാക്ക് വെട്ടണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ കഴുത്ത് വെട്ടിയിട്ട് നിങ്ങൾക്കൊരു കെട്ട് വെച്ചാലും അത് നല്ലതാണ്. എങ്കിലും ഇങ്ങനെ ഒരു കഴുത്ത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് നമ്മളിതിൻ്റെ ബാക്ക് വെട്ടിയെടുക്കുക. അപ്പോൾ ഈ വെൽവെറ്റ് തുണി എന്ന് പറയുന്നത് നമ്മൾ ഉള്ളിലെ ഇതല്ല, നല്ല തുണിയായിട്ടുള്ള ഒരിതാണ്. വലിച്ചാൽ ഇങ്ങനെ വലിയുന്നൊന്നുമല്ല, സാധാരണ നോർമൽ ബ്ലൗസ് പോലെ തന്നെ ഇരിക്കുന്നൊരു ടൈപ്പ് വെൽവെറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിന് ലൈനിങ്ങിൻ്റെ ആവശ്യം ഇതിന് വേണ്ട നമുക്ക്. അപ്പോൾ ഞാൻ ബാക്ക് കട്ട് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ബാക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളിത് ഫ്രണ്ടിലോട്ട് വെക്കാനായിട്ട് ഇത് നമ്മൾ വെച്ചിട്ട് അപ്പോൾ ഫ്രണ്ട് വെട്ടുമ്പോൾ 1 ഇഞ്ച് കൂടെ നമ്മൾ കൂട്ടിയിട്ടാണ് സാധാരണ ബാക്കിനേക്കാളും നമ്മൾ ഫ്രണ്ട് വെട്ടിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് വരച്ചെടുക്കാം. ഷോൾഡറും ഭാഗവും ആ കഴുത്തിൻ്റെ ആ ഒരു അടവും ബാക്കി ഉള്ള ആം ഹോളിൻ്റെ അവിടെ മാത്രം നമുക്കൊരു 1/2 ഇഞ്ച് നമ്മൾ ഒന്നും കൂടെ ഒന്ന് കുറച്ച് കൊടുക്കും. ഇതിന് ബാക്കിനേക്കാളും ഫ്രണ്ട് വശത്തിന് അത് നമുക്ക് കൊടുക്കാം. പിന്നെ സൈഡിൽ നമ്മൾ എക്സ്ട്രാ നമ്മൾ കൊടുക്കുന്നത് ആ ടക്കിന് നമ്മൾ എത്ര എടുത്തിട്ടുണ്ട് എങ്കിൽ നമ്മൾ ആ ടക്കിനുള്ളത് കൂടെ നമ്മൾ എക്സ്ട്രാ കൊടുക്കും. പ്രിൻസസ് കട്ട് ഞാൻ വെട്ടുന്ന രീതി വേറെ വീഡിയോ ഉണ്ട്. എങ്കിലും ഈ ഒരു ഷേപ്പിലൊക്കെ വേണം നമ്മൾ വരച്ച് അതിനെ ഈ ടക്കിൻ്റെ 2 ലൈനും നമ്മൾ ഒരേ അളവിലൊക്കെ കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മൾക്ക് കൂടുതലും കുറവില്ലാതെ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ടക്ക് നമുക്ക് അടിച്ചെടുക്കാനൊക്കെ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ നിങ്ങൾ കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ ഞാൻ ഫ്രണ്ട് പീസ് നല്ലപോലെ അളന്ന് നമുക്ക് ഈ ഒരു അളവ് നമ്മൾ വരച്ചിട്ട് എക്സ്ട്രാ കൊടുക്കാനുള്ളത് നമ്മൾ കൊടുത്തിട്ട് നമുക്ക് ഇതിനെ ഒന്ന് വെട്ടി എടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസും നമ്മളിത് വെട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെട്ടാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലീവാണ് നമ്മൾ വെട്ടാനുള്ളത്. അപ്പോൾ സ്ലീവ് ഇച്ചിരി ലോങ് ആയിട്ട് നമുക്ക് നല്ല കൈൻ്റെ അവിടെ വരെ നല്ല ഇറക്കത്തിൽ ഒരു 19-20 വരുന്ന പോലെ അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഇറക്കത്തിൽ തന്നെ ഈ കയ്യെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു അളവിൽ എടുത്ത് നമുക്ക് സ്ലീവ് സാധാരണ കട്ട് ചെയ്യുന്ന പോലെ നമ്മൾ ഷേപ്പിനുള്ളൊരു 4 കൊടുക്കുക. പിന്നെ ഷേപ്പ് വരച്ച് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ആ ഫ്രണ്ട് പീസിന് കൊടുക്കുന്ന പോലെ തന്നെ നമുക്ക് അവിടുന്ന് കുറച്ച് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇതിൻ്റെ എല്ലാം തന്നെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഫ്രണ്ടും ബാക്കും ഒന്ന് ഫിനിഷ് ചെയ്ത് നിങ്ങളെ കാണിക്കാം. അപ്പോൾ അതുപോലെ ഞാൻ ഫിനിഷ് ചെയ്തെടുത്തതാണ് ഞാൻ ആ ഫ്രണ്ടും ബാക്കും. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ആ ഒരു ഷേപ്പ് മനസ്സിലാവും. നിങ്ങൾക്ക് കഴുത്തിൻ്റെ ഭാഗം ബാക്ക് സൈഡിൻ്റെ ആ ഭാഗം നിങ്ങൾ നോക്കുക. കഴുത്ത് ഇതുപോലെ ഇരിക്കും. നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. അങ്ങനത്തെ ആ കഴുത്ത് നമ്മൾ ഇട്ട് വരുമ്പോൾ കുറച്ച് തടിയുള്ളവർക്കും ഇത് നല്ലതായിരിക്കും. വണ്ണം കുറഞ്ഞവർക്ക് മാത്രമല്ല, കുറച്ച് വണ്ണം കൂടുതലുള്ളവർക്കും ഇങ്ങനത്തെ കഴുത്ത് കുഴപ്പമില്ല കേട്ടോ. ഇത് നല്ല ഭംഗിയായിരിക്കും.
അപ്പോൾ ഇത് രണ്ടും ഇനി ഇതിന് സ്ലീവും കൂടെ മാത്രം തയ്ച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ സ്ലീവും കൂടെ തയ്ച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ആയിരിക്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ഈ ബ്ലൗസ്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഞാൻ തയ്ച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന് ഇച്ചിരി കേരള സാരിക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു ഗോൾഡൻ ഡിസൈൻ നമുക്കിതിൽ കൊടുക്കണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഈ ലേസാണ്, ഈ ലേസ് എന്ന് പറഞ്ഞാൽ കല്ലാണ് നിറച്ച്, ഇതാണ് ഞാൻ ഇതിന് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇത് വേണമെന്നില്ല, മുത്ത് ലേസ് കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗോൾഡൻ ഷെയ്ഡാണ് കൊടുക്കുന്നതെങ്കിൽ അങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന സാരിയുടെ ബോർഡർ അനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. ബ്ലാക്ക് ആയതുകൊണ്ട് ഏത് കളറും സൂട്ട് ആവുന്നതാണ് കേട്ടോ. അപ്പം ഞാനിതെല്ലാം ഇപ്പോൾ ഞാൻ തയ്ച്ചിട്ട് നിങ്ങളെ കാണിക്കുന്നതാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ ലാസ്റ്റ് ഇതാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ബ്ലൗസ് ഫുള്ളായിട്ട് ഞാൻ വെച്ചു. ഫുള്ളായിട്ട് ഞാൻ ഫ്രണ്ടിൽ ഞാൻ കഴുത്തിൻ്റെ ഭാഗവും നമ്മൾ സാരി ഇടുമ്പോൾ മറയാത്തൊരു ഭാഗത്ത് ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബാക്ക് സൈഡാണ്. ഇപ്പോൾ ബാക്ക് സൈഡ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കിപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ഡിസൈൻ ഞാൻ ചെയ്ത്. അപ്പോൾ ആ ഡിസൈൻ ഞാൻ സിംഗിൾ ആയിട്ടുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഡബിൾ ലേസ് കഴുത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ റൗണ്ടിന് ഞാൻ സിംഗിൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് കുറച്ചുകൂടെ ഭംഗിയെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ അത് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. കൈയിൻ്റെ തുമ്പത്ത് രണ്ടിലും ഡബിളായിട്ടുള്ള കല്ല് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ പോരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.